ഗം ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഹര ഹരോ ഹര ഹര. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്രസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഹര ഹര മഹാദേവ. ഹരേ കൃഷ്ണ രാധേ കൃഷ്ണ. ഓം നമ ശിവായ. ഹര ഹരോ ഹര ഹര. സ്കന്ദനുക്ക് ഹരോഹര, വേലനുക്ക് ഹരോഹര, മുരുകനുക്ക് ഹരോഹര. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഇന്ന് നമുക്ക് വായിക്കാനുള്ളതെന്ന് വെച്ചാൽ സ്കന്ദപുരാണത്തിലെ ശ്രീ പരമേശ്വരന്റെ ഉറപ്പ് എന്ന് പറയുന്ന ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പം ആ ഭാഗം ഞാൻ വായിക്കാം. അപ്പം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം അത് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ തന്നെ ഒരു ശക്തിയുണ്ട്. മനസ്സിലായോ? നാം ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നാം ആരാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ ഒരു തിരിച്ചറിയുന്ന ബോധം, നാം ആരുടെ അംശമാണ്, നാം എവിടെ നിന്നാണ് വന്നത്, എന്താണ് നമ്മുടെ പർപ്പസ്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്, എല്ലാവരുടെയും ഉള്ളിലൊരു ശക്തിയുണ്ട്. മനസ്സിലായോ? ആ ശക്തി നാം എപ്പോഴാണോ തിരിച്ചറിയുന്നത് ആ സമയത്താണ് നമ്മൾ ആധ്യാത്മിക പാതയിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് യോഗ, മെഡിറ്റേഷൻസ്, പുസ്തക വായന, നാമസങ്കീർത്തനങ്ങൾ പാരായണം ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി ഉണർത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി അതെന്തോ ആയിക്കോട്ടെ, അത് ആർക്കും തന്നെ പിടിച്ചോണ്ട് പോവാൻ കഴിയുകയില്ല. ഇപ്പോൾ ചിലർ വിചാരിക്കുകയാണ്, അവരുടെ ഉള്ളിൽ ഇത്രയും ശക്തിയുണ്ട്, ആ ശക്തിയെല്ലാം എനിക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അടിമയാക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവരവരുടെ ഉള്ളിലുള്ള ശക്തികളെന്ന് പറയുന്നത് അത് അവരവർക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. അത് പിടിച്ചെടുക്കാനോ പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ അവരെക്കാട്ടിലും ഉന്നതിയിലുള്ള ആൾക്കാരാവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ നാമസങ്കീർത്തനങ്ങൾ ചെയ്തു എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ ശക്തി അവർക്ക് പിടിച്ചെടുക്കാനോ അങ്ങനെയൊന്നും ആർക്കും സാധിക്കുന്ന കാര്യമില്ല. അവരവരുടെ ഉള്ളിലുള്ള ശക്തിയും അവരവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളും അവരവർക്ക് മാത്രമാണ് സ്വന്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരവരുടെ കർമ്മഫലങ്ങളും അവരവർക്ക് മാത്രമാണ് സ്വന്തം. അപ്പൊ ഇതിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൽക്കർമ്മങ്ങളുടെ എല്ലാം ഫലം എന്ന് പറയുന്നത് അവരവർക്ക് തന്നെ സ്വന്തമായിട്ടുള്ളതാണ്. ഇനി ദുഷ്കർമ്മങ്ങളാണ് ഒരു വ്യക്തി ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ ഫലം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുമായിരിക്കാം. എന്നാലും ആ ഫലം അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനോട് നമ്മൾ മാപ്പ് അപേക്ഷിക്കേണ്ടത്, ക്ഷമാപണം ചോദിക്കേണ്ടത്, ഭഗവത് നാമങ്ങൾ പറയേണ്ടത്. മനസ്സിലായോ? അപ്പോ ഒരാളുടെ ഉള്ളിൽ എന്തെങ്കിലും ശക്തികൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്ത് ശക്തി ഉണ്ടോ, നിങ്ങൾ ഏത് അംശമായിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്, ആ അംശത്തിന്റെയും ആ ശക്തിയുടെയും ഉറവിടം അല്ലെങ്കിൽ ആ ശക്തികളുടെ സ്വന്തം എന്ന് പറയുന്നത് നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ശക്തിയുടെയും നിങ്ങളുടെ ഉള്ളിലുള്ള ആ നല്ലതിൻ്റെയൊക്കെ അവകാശം നിങ്ങൾക്കാണ്. അതുപോലെ എൻ്റെ ഉള്ളിലുള്ള ശക്തി എന്താണോ, ഞാൻ ഏത് അംശമാണോ, ഞാൻ ദേവിയുടെ അംശമാണോ ഭഗവാന്റെ അംശമാണോ എന്ത് അംശമാണോ അതിൻ്റെ ഉള്ളിലുള്ള ശക്തിയുടെ അവകാശി എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ്. അപ്പം വേറൊരാൾ വിചാരിച്ചു എന്ന് എഴുതിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശക്തികൾ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ നമ്മളെ അവരുടെ അടിമയാക്കാനോ നമ്മളെ അവരുടെ എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ടോ അവർക്ക് സാധിക്കുന്നതല്ല. അവരവരുടെ ഉള്ളിലുള്ള ശക്തി എന്ന് പറയുന്നത് അവരവർക്ക് മാത്രം സ്വന്തമാണ്. ഭഗവാനെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, പിടിച്ചുകൊണ്ട് പോവാൻ കഴിയില്ല. ഭഗവാനെ ബന്ധിക്കുന്നത് എപ്പോഴാണ്? ആ സ്നേഹത്തിന്റെ പാശം കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് ബന്ധിക്കാൻ കഴിയുകയുള്ളൂ, അല്ലേ? അപ്പൊ അത് ആ യശോദാമ്മയുടെ ആ സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ബന്ധിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ദേവിയാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹപാശത്താൽ മാത്രമേ നമുക്ക് ഭഗവാനെ ബന്ധിക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഒരാളുടെ ശക്തി മറ്റൊരാൾക്ക് ഒരിക്കലും പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയില്ല. ചിലർ ബ്ലാക്ക് മാജിക് അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആത്മാവാണെന്നുണ്ടെങ്കിൽ ആ ആത്മാവിനെതിരെയായിട്ട് കുറെ നെഗറ്റീവ് ശക്തികളെ അയച്ചിട്ട് ആ ആത്മാവിന്റെ ഉള്ളിലുള്ള ശക്തികൾ ആവാഹിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ശക്തി അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് ബ്ലാക്ക് മാജിക്. അല്ലെങ്കിൽ ഈ കൂടോത്രം അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങൾ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഒരാളുടെയും നല്ല ശക്തികളെ അങ്ങനെ അവർക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയുകയില്ല.
ചിലപ്പോൾ അവർക്ക് ആ വ്യക്തിയെ തളർത്താൻ കഴിയുമായിരിക്കാം. ആ വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇതാക്കി ആ വ്യക്തിയെ കുറച്ചൊന്ന് നെഗറ്റീവിലേക്ക് കൊണ്ടുവന്ന് തളർത്താൻ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. എന്നാൽ ഒരിക്കലും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ശക്തികളോ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള നല്ല കാര്യങ്ങളോ പിടിച്ചുകൊണ്ട് പോകാൻ ആർക്കും തന്നെ സാധിക്കുന്നതല്ല. മനസ്സിലായോ? അപ്പോൾ ഏതൊരു വ്യക്തി ആയാലും ശരി തന്നെ അവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊരിക്കലും ആർക്കും തന്നെ തട്ടിക്കൊണ്ടു പോകാനോ പിടിച്ചോണ്ട് പോകാനോ ഒന്നും സാധിക്കുന്നതല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആർക്കും തളർത്താൻ കഴിയുന്നതും അല്ല. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഒരു ശക്തി എന്ന് പറയുന്നത്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ ശക്തിയും ശിവനും. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ നാരായണനും ലക്ഷ്മിയും. എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഈ രാധയും കൃഷ്ണനും. എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഈ ഭഗവാനും ഭഗവതിയും ഒക്കെ. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ നമ്മൾ ഉണർത്തുക എന്നുള്ളതാണ്. നാം സ്വയം നമ്മിൽ വിശ്വസിക്കുക. ആദ്യം നാം സ്വയം നമ്മിൽ വിശ്വസിക്കുക. അത് തന്നെയാണ് ഭഗവാനും പറഞ്ഞിട്ടുള്ളത്. തത്വമസി എന്നുള്ള ആ ഒരു വാക്യം ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതാണ്. നമ്മിൽ സ്വയം വിശ്വസിക്കുക, പിന്നീട് നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാനിലും ഭഗവതിയിലും നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവരായാലും ശരി, അല്ലെങ്കിൽ എന്താ പറയാ, ഞങ്ങളാണ് വലുത്, ഞങ്ങൾ ഒരുപാട് ഭഗവത് നാമങ്ങൾ പറയുന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് വലിയ ഭക്തരാണ്, ഞങ്ങൾ വലിയ സന്യാസി വര്യന്മാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയാ വലിയ ബ്രാഹ്മണ ശ്രേഷ്ഠരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ ഇതുള്ളവരാണ്, ഇങ്ങനെയൊക്കെ അവർ വിചാരിച്ചിട്ട് മറ്റുള്ളവരെ അവരുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് ചെയ്യുന്നവരുടെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യമാണ്. അതവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാശത്തിലേക്ക് മാത്രമായിരിക്കും അവർക്ക് ഒരു ഇത് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ തെറ്റായ രീതിയിൽ എന്ത് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും അത് അവസാനം അവരുടെ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ആരും ഞാൻ വലിയവനാണ്, ഞാനാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ, അല്ലെങ്കിൽ ഞാനാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്ത, അല്ലെങ്കിൽ ഞാനാണ് ഭഗവതിയുടെ ഏറ്റവും വലിയ ഭക്ത, ഞാനാണ് ഭഗവതിയുടെ ഏറ്റവും വലിയ ഭക്തൻ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും എന്താ പറയാ, അവരൊന്നും അല്ല. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ആരും ഒന്നും അല്ല. നമ്മൾ ഒരിക്കലും ഭഗവാന്റെയോ ഭഗവതിയുടെയോ മുന്നിലേക്ക് നമ്മൾ വെറും തൃണങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ കുറെ എന്താ പറയാ, നാം കുറെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, ഒരുപാട് നാമങ്ങൾ ജപിക്കുന്നുണ്ട്. ഭഗവാന്റെ നാമം 24 hours ഭഗവാന്റെ നാമമായിരിക്കും ജപിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആ മനസ്സിൽ ആ പരിശുദ്ധി ഉണ്ടാവണം. ആ മനസ്സിൽ ആ സ്നേഹം, പരിശുദ്ധി, കരുണ ഇതെല്ലാം ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും വലിയവനാവണം, എനിക്ക് ഭഗവാന്റെ ലോകത്ത് വലിയ ഉയർന്ന സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശക്തി എനിക്ക് പിടിച്ചെടുക്കണം, ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും ഭക്തി എന്ന് പറയാൻ കഴിയില്ല. അത് ഇതേപോലെയുള്ള നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ്സ് മാത്രമാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? എന്നിട്ട് ഇവര് എത്രയൊക്കെ എന്താ പറയാ, ഇവര് കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് ഇവര് ഭക്തി ചെയ്തിട്ട് എത്രയൊക്കെ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടോ, ഭാഗവതം വായിച്ചു കൊടുത്തിട്ടോ, ഭഗവത്ഗീത വായിച്ചു കൊടുത്തിട്ടോ, നാരായണീയം വായിച്ചു കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. മനസ്സിലായോ? അവനവന്റെ മനസ്സിന്റെ പരിശുദ്ധിയാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ആ മനസ്സിന്റെ പരിശുദ്ധി ഉണ്ടായാൽ മാത്രമേ അവർക്ക് ആ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ. മറ്റൊരാളുടെ ശക്തി പിടിച്ചെടുത്തിട്ട്, മറ്റൊരാളെ പോലെ ആവാൻ ശ്രമിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന ഭക്തി എന്ന് പറയുന്നത് അതൊരിക്കലും ഭക്തി ആവുകയില്ല. അത് അവരുടെ നാശത്തിലേക്ക് മാത്രമായിരിക്കും അവർ നയിക്കുന്നത്. അത് എല്ലാവരും ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? ഇതുകൊണ്ടാണ് പറയുന്നത്, പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ശക്തി പിടിച്ചെടുക്കാൻ വേണ്ടി ചിലർ പല പ്രയോഗങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അവരാണ് വലുത്, ഞങ്ങളാണ് വലുത് എന്നുള്ള രീതിയിൽ അവർ പലതും ചെയ്യാറുണ്ട്. അവർ ഒരിക്കലും ആരെക്കാട്ടിലും ആരും വലുതാവുന്നില്ല. മനസ്സിലായോ? ഈ ഭൂമിയിൽ ഉള്ള മനുഷ്യർ ആരായാലും, അവർ എത്ര വലിയ ജ്ഞാനികളായാലും, അവരെത്ര വലിയതായാലും ഭഗവാന്റെ അത്രയും വലുതാവുന്നില്ല അവര്, അല്ലെങ്കിൽ ഭഗവതിയുടെ അത്രയും വലുതല്ല ആരും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതെല്ലാരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ?
അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, ഈ ഭക്തി ചെയ്തിട്ട് അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന നന്മകളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ഭഗവാന്റെ ഭക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്കത് നിങ്ങളൊരു പടുകുഴിയിലേക്കായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. അത് മനസ്സിലാക്കാന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആർക്കും ആരുടെയും ഒന്നും പിടിച്ചു വാങ്ങാനുള്ള അവകാശം ആർക്കുമില്ല. അങ്ങനെ ആർക്കും ഒന്നും പിടിച്ചെടുത്തോണ്ട് പോവാനും സാധിക്കുന്നതല്ല. ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. നിങ്ങളിപ്പം മാംസാദികൾ കഴിക്കുന്നുണ്ട്, നിങ്ങൾ വേറെ ക്ഷേത്രങ്ങൾ ദർശനങ്ങൾ ചിലർ നടത്തുന്നില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അവരവരുടെ ഉള്ളിലുള്ള ശക്തികൾ അവരവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ചിലര് വിചാരിക്കുന്നുണ്ട്, ചിലര് തന്നെ വേറെ സമുദായത്തിലോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കൊണ്ടുപോയാലും എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും എത്രയൊക്കെ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും എത്രയൊക്കെ അവരുടെ ശക്തികൾ പിടിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇതൊന്നും ആർക്കും ഒന്നും സാധിക്കുന്ന കാര്യമല്ല. അവരവരുടെ ഉള്ളിലുള്ള ശക്തി എന്ന് പറയുന്നത് അവരവർക്ക് മാത്രം സ്വന്തമാണ്. അവരവരുടെ ഉള്ളിലുള്ള ഇതെന്ന് പറയുമ്പോൾ പവർ എന്ന് പറയുന്നതും അവരവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതും അവരവരുടെ നന്മയുടെ ഫലം എന്ന് പറയുന്നത് അവരവർക്ക് തന്നെ സ്വന്തമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും ആർക്കും പിടിച്ചെടുത്തുകൊണ്ട് പോകാനൊന്നും കഴിയുന്ന കാര്യമല്ല. മനസ്സിലായി? അപ്പൊ അതെല്ലാരും മനസ്സിലാക്കുക. എല്ലാവരും ഒരു ഭക്തരാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഭക്തിയിലേക്ക് വരുന്നത് പറഞ്ഞാൽ നിഷ്കളങ്കമായിട്ടുള്ള നിഷ്കാമ ഭക്തി ആയിരിക്കണം. അല്ലാതെ ഞാൻ വലുത്, ഞാൻ വലിയ ഭക്തയാണ്, ഞാൻ വലിയ ഭക്തനാണെന്നുള്ള രീതിയിലുള്ള ഭക്തി എന്ന് പറയുന്നത് കള്ളഭക്തിയാണ്. മനസ്സിലായോ? അതെന്ന് പറയുന്നത് കപടമായിട്ടുള്ള ഭക്തിയാണ്. അതൊരിക്കലും ശാശ്വതമല്ല. മനസ്സിലായി? അതേസമയം നിഷ്കളങ്കമായിട്ടുള്ള എല്ലാവർക്കും നന്മ ഉണ്ടാവണം, നമ്മളെ ദ്രോഹിച്ചവരാണെങ്കിൽ അവർക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക നമ്മുടെ ദുഃഖങ്ങള്, അങ്ങനെയൊക്കെ പോയി നമ്മൾ അങ്ങനെ ഒരു ഭക്തി ചെയ്യുന്ന അതാണ് ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ മനസ്സിൽ ഇതേപോലെയുള്ള ദുഷിപ്പുകൾ വെച്ചുകൊണ്ട് മനസ്സിൽ ഞാനാണ് വലുത്, അവരെന്താണ്, അവർ തുച്ഛമായിട്ടുള്ള ആൾക്കാരാണോ, അവർക്ക് അവരുടെ അല്ലെങ്കിൽ അവരുടെ ശക്തി നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാം, നമുക്ക് അതിനു വേണ്ടി ഇത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ കരുതുന്ന ഭക്തി എന്ന് പറയുന്നത് അത് ഒരിക്കലും ഭക്തിയല്ല, അത് ഭക്തരും അല്ല. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു ഭക്തരും അല്ല. അങ്ങനെയുള്ളത് അവർ ഭക്തിയാണെന്നത് ഒരിക്കലും പറയാനും സാധിക്കുന്നതല്ല. ആരും ഭഗവാന്റെ മുകളിലല്ല. നമ്മളെല്ലാവരും, ഞാനായാലും നിങ്ങളായാലും ആരായാലും ശരി തന്നെ, എല്ലാവരും ഭഗവാന്റെ പാദത്തിൽ മാത്രമാണ് നമുക്ക് സ്ഥാനം. ഭഗവാന്റെ പാദത്തിൽ പോലും നമുക്ക് സ്ഥാനമില്ല, അതിനേക്കാളും താഴെയാണ്. നമ്മളൊക്കെ ഒരുപാട് താഴേക്കിടയിലുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് വെളുപ്പിനെ എണീച്ച് ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭക്തരാവില്ല. അവരുടെ മനസ്സും കൂടി ആ പരിശുദ്ധി ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അവര് ഭക്തരാവുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം ആ ഭക്തിയിലേക്ക് വരാം. അവരവരുടെ മനസ്സെന്ന് പറയുന്ന ആ ഒരു സംഭവം, അതില് കാരുണ്യം നിറയ്ക്കുക, കരുണ നിറയ്ക്കുക, പരിശുദ്ധി കൊണ്ടുവരിക, അതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, നന്മ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. നമ്മുടെ നന്മ മാത്രം നമ്മൾ എപ്പോഴും കാണുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്താ പറയാ, ഒരു ഇത് എന്ന് പറയുന്നത് അത് ഭക്തിയല്ല. അതുപോലെ തന്നെ എനിക്ക് പെൺകുട്ടികളോടായാലും പറയാനുള്ളത്, നിങ്ങളെ എന്താ പറയാ, നിങ്ങളെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട്. മനസ്സിലായോ? ഒരുപാട് പേര് നിങ്ങളെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഈ സമൂഹത്തിലുണ്ട്. അപ്പം നിങ്ങൾ അതിനൊന്നും പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ, ഏത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി, പുരുഷനായാലും സ്ത്രീ ആയാലും ആരായാലും ശരി, അവരുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. അത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ചൈതന്യമുണ്ട്, ശക്തിയുണ്ട്. ആ ഒരു ചൈതന്യം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയുള്ളൂ. മനസ്സിലായോ? നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നത് തന്നെ ആ ഒരു ചൈതന്യം ഉള്ളതുകൊണ്ടാണ്, ആ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ശക്തി നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. മനസ്സിലായി? ആ ഒരു ശക്തി തിരിച്ചറിയാന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവർക്ക് ആരെങ്കിലും ഒക്കെ ഇതേപോലെ നമ്മുടെ ശക്തി, അവരുടെ ശക്തി നമുക്ക് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ അവരെ നമുക്ക് നശിപ്പിച്ചില്ലാതാക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെ ഈ ബ്ലാക്ക് മാജിക്കും ഇങ്ങനെയുള്ള കൂടാത്രങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളും ചെയ്ത് ഓരോരുത്തരെ നശിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്കെല്ലാം അതിന്റെ തിരിച്ചടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവസാനം നിങ്ങൾക്ക് അതിന്റെ ഫലം ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും.
ഒരുപക്ഷെ നിങ്ങൾക്ക് വീണ്ടും ഒരു ജന്മം എടുത്തു വന്ന് തന്നെ ഈ ഭൂമിയിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക. അങ്ങനെയുള്ള മനസ്ഥിതി ആരെങ്കിലും മനസ്സിൽ അങ്ങനെയുള്ള മനസ്ഥിതി ഉണ്ട്, ഞാനാണ് വലുത്, എനിക്ക് മറ്റുള്ളവരെ എന്തെങ്കിലും പിടിച്ചു വാങ്ങണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണം, ഇങ്ങനെയുള്ള മനസ്ഥിതി ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ നിമിഷം തന്നെ അത് പാടെ മാറ്റിക്കളയാന്നുള്ളതാണ്, പാടെ അത് മായ്ച്ചു കളയാന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ പരിശുദ്ധമായിട്ട് 0% ഒരു ചിന്തയും ഇല്ലാതെ ഭഗവാനിലാതെ പ്രേമഭക്തി അത് മാത്രം നിങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ്. ആ ഒരു ഭക്തി മാത്രം നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് നന്മ വരാൻ വേണ്ടി മാത്രം നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ മറ്റൊരാൾക്ക് മോശം വരാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവസാനം നിങ്ങൾക്ക് വളരെയധികം എന്താ പറയാ, വളരെയധികം നിങ്ങൾ പടുകുഴിയിലേക്കായിരിക്കും നിങ്ങൾ വീഴുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ഒരു നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഒരു നെഗറ്റീവ്സ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് ആർക്ക് വേണ്ടി ആയിക്കോട്ടെ, എന്തിനു വേണ്ടി ആയിക്കോട്ടെ, ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ, നിങ്ങളത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്ങനെ വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം വലിയൊരു ഇതായിട്ട് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആരുടെ ഉള്ളിലുള്ള ശക്തിയും ആരുടെ ഉള്ളിലുള്ള ഇതൊന്നും ആർക്കും പിടിച്ചെടുത്തോണ്ട് പോകാനൊന്നും കഴിയില്ല. അവരവർക്കുള്ളതെല്ലാം അവരവർക്ക് തന്നെ ഉള്ളതാണ്. അത് പരമമായിട്ടുള്ള സത്യമാണ്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് മുന്നോട്ട്. ഓക്കെ. ഹര ഹര മഹാദേവ. ഹര ഹരോ ഹര ഹര. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഭാഗം 4 വായിക്കാം. ശ്രീ പരമേശ്വരന്റെ ഉറപ്പ് എന്നുള്ള സ്കന്ദപുരാണത്തിലെ ഒരു ഭാഗമാണ്. അപ്പൊ അത് ഞാൻ വായിക്കാം, എല്ലാരും കേൾക്കാം കേട്ടോ. മന്മഥനെ ഉപയോഗിച്ച് ശങ്കരചിത്തത്തിൽ കാമമുണർത്തി ഭഗവാനെ പരാശക്തിയുടെ അവതാരമായ പാർവതി ദേവിയിൽ അനുരക്തനാക്കി തീർക്കാമെന്നും അങ്ങനെ കുമാരസംഭവം സാധ്യമാക്കാമെന്നും കരുതിയിരുന്ന ദേവന്മാർക്ക് കാമദേവ ശരീരദഹനം ഒരു തിരിച്ചടിയായി. സ്വാർത്ഥലാഭത്തിന് വേണ്ടി അവിഹിത മാർഗങ്ങൾ തേടുന്നവർ ആരായാലും സർവേശ്വര സന്നിധാനത്തിൽ അവർക്ക് മൃത്യു തന്നെ വിധി. ഭക്തിമാർഗത്തിലൂടെ ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ച് ഇഷ്ടകാര്യസിദ്ധി നേടിയെടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അതിനു പകരം കാമം എന്ന മ്ലേച്ഛമായ വികാരത്തെ ഭഗവാനെതിരെ പ്രയോഗിച്ച് വിജയിക്കുമെന്നവർ കരുതി. കാമദേവന് സംഭവിച്ച ദുരന്തം ദേവന്മാരെ വീണ്ടും വിവേകികളാക്കി തീർത്തു. ബ്രഹ്മാദി ദേവന്മാർ കൈലാസാദ്രിയിൽ ചെന്ന് ഭഗവാനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഹൃദയ വിശുദ്ധിയോടെയുള്ള ദേവന്മാരുടെ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ ആ കാരുണ്യമൂർത്തി മൗനനിഷ്ഠാവ്രതത്തിൽ നിന്നുണർന്നു. ബ്രഹ്മാദികളെ തന്റെ പാർശ്വത്തിലേക്ക് ആനയിക്കുവാൻ അദ്ദേഹം നന്ദികേശ്വരനോട് ആവശ്യപ്പെട്ടു. ശങ്കര ദർശനം സിദ്ധിച്ച ബ്രഹ്മാദികൾ ആ ഭക്തവത്സന്റെ പാദകമലങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. തുടർന്ന് 3 ലോകങ്ങളും ശൂരപത്മാസുരന്മാർ കീഴടക്കിയതോടെ തങ്ങൾ അനുഭവിച്ചു പോരുന്ന ക്ലേശങ്ങൾ ഒന്നൊഴിയാതെ ഭഗവാനെ വിവരിച്ചു കേൾപ്പിച്ചു. ഒടുവിൽ ത്രിമൂർത്തികളിൽ ഒരുവനായ ബ്രഹ്മദേവൻ മഹേശ്വരനോട് ഇപ്രകാരം ഉണർത്തിച്ചു. കാരുണ്യമൂർത്തിയായ മഹാദേവ, അവിടുന്ന് ഞങ്ങൾക്ക് പിതൃസമാനനാണ്. അങ്ങേക്ക് ഞങ്ങളുടെ നേർക്കുള്ള വാത്സല്യത്തെ ഓർത്ത് ഞങ്ങൾക്ക് പറ്റിപ്പോയ പിഴവുകൾ ക്ഷമിച്ചരുളണം. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് സിദ്ധിച്ചിരുന്ന സുഖസമൃദ്ധികളിൽ ബുദ്ധി മന്ദീഭവിച്ചു പോയതിനാൽ ഞങ്ങൾ അഹങ്കരിച്ചു പോയി. അതിനുള്ള പരമാവധി ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അതിനാൽ ഞങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്ന ഈ ദുർവിധി അകറ്റി അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിച്ച് രക്ഷിച്ചരുളുമാറാകണം. അപ്പോ ഇവിടെ എന്താണ് പറയുന്നത്? അതായത് മഹാദേവനെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് മഹാദേവനെ നശിപ്പിക്കുക അല്ലെങ്കിൽ മഹാദേവന്റെ തപസ് ഉണർത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അത് ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ള കാര്യം അവരിവിടെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുകയാണ്? ബ്രഹ്മദേവനോട് മാപ്പ് ചോദിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഹ്മദേവ പൊറുക്കണേ എന്നുള്ള മാപ്പ് ആര് ചോദിക്കുകയാണ്? ദേവന്മാര് ബ്രഹ്മദേവനോടും ചോദിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങളെ ക്ഷമിക്കണമെന്ന് മഹാദേവനോടും പറയുകയാണ്. തുടർന്ന് ശ്രീ പരമേശ്വരന് മുമ്പിൽ ആവലാതി ബോധിപ്പിച്ച് സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെയായിരുന്നു, മഹേശ്വര, അങ്ങയെ പ്രസാദിപ്പിച്ച് വരസിദ്ധി നേടിയ ശൂരപത്മാസുരൻ അഹങ്കാരപ്രമത്തനായി ത്രിലോകങ്ങളും അടക്കി ഭരിച്ചു പോരുകയാണ്. സത്യധർമാദികൾക്ക് ഇന്നൊരു സ്ഥാനവുമില്ല. ബ്രഹ്മാദി ദേവന്മാരെ കൊണ്ടും താപസ ശ്രേഷ്ഠന്മാരെ കൊണ്ടും ശൂരപത്മാസുരൻ അടിമപ്പണി ചെയ്യിക്കുകയാണ്. അസുരാക്രമണം ഇനിയും തുടർന്നാൽ അവിടുത്തെ പാദദാസന്മാരായ ദേവന്മാർ ഒന്നാകെ നശിപ്പിക്കപ്പെടും. പരാശക്തിയായ ഉമാദേവിയെ പിരിഞ്ഞ് അവിടുന്ന് തുടർന്നു പോരുന്ന കൊടും തപസ് ഞങ്ങളെ ഫലത്തിൽ അനാഥരാക്കിയിരിക്കുന്നു. അതിനാൽ തിരുമിഴി തുറന്ന് ഞങ്ങൾക്ക് രക്ഷയരുളുവാൻ ഇനിയും വൈകരുതേ.
സൃഷ്ടിസ്ഥിതി സംഹാരം, ശാപം, അനുഗ്രഹം തുടങ്ങിയ കർമ്മങ്ങൾക്കെല്ലാം അധിപതി അങ്ങു തന്നെ. മൂലകാരണനും ആദ്യ മധ്യാന്ത വിഹീനനുമായ അവിടുന്ന് ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടരക്ഷണത്തിനുമായി മൗനവ്രതം വെടിഞ്ഞ് ശ്രീ പാർവതീദേവിയെ പരിണയിച്ച് കുമാരസംഭവം എന്ന മഹത് കൃത്യം സാധ്യമാക്കിയാലും ബ്രഹ്മാദി ദേവന്മാരുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ അസുര നിഗ്രഹത്തിനും ദേവന്മാരുടെ മോചനത്തിനുമായി കുമാരൻ അവതരിക്കേണ്ട കാലമായി എന്ന് ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു. ഹിമാലയ പാർശ്വത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന പാർവതി ദേവിയെ വൈകാതെ താൻ പരിണയിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ദേവന്മാർക്ക് വാക്കുകൊടുത്ത് അവരെ അനുഗ്രഹിച്ചയച്ചു. ഭഗവത് പ്രീതി കൈവന്നിരിക്കുന്ന ആ അവസരത്തിൽ രതീദേവിയും തന്റെ ഭർത്തൃദുഃഖം അകറ്റി സമാധാനം നൽകണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. താൻ ഹിമവാന്റെ പുത്രിയായ പാർവതിയെ പരിണയം ചെയ്യുന്ന ധന്യമുഹൂർത്തത്തിൽ കാമദേവന് പുനർജന്മം സിദ്ധിക്കുന്നതാണെന്ന് ഭഗവാൻ അരുളി ചെയ്തു. അതോടെ തന്റെ വിരഹത്തിന് വിരാമമേകുന്ന ആ പുണ്യനാൾ വന്നെത്തുന്നത് വരെ കൈലാസദ്രിയുടെ താഴ്വരയിൽ തന്നെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തപസ്സനുഷ്ഠിക്കാൻ രതീദേവി തീരുമാനിച്ചു. ശിവജ്ഞാനബോധം എന്ന പരമമായ പൊരുൾ ഗ്രഹിച്ച് ധന്യരായ സനകാദി മഹർഷിമാർ ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ച് തൊഴുതു നിന്നു. അപ്പോ ഇവിടെ പറയുകയാണ്, ആ ദുഷ്ടനായിട്ടുള്ള ശൂരപത്മാസുരന്റെ ആ ഒരു ദുഷ്ടതയെ കുറിച്ചാണ് മഹാദേവനോട് ഈ ദേവന്മാർ പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ദുഷ്ടനായിട്ടുള്ള ശൂരപത്മാസുരനെ വധിക്കണം എന്ന് പറയുകയാണ് മഹാദേവനോട്. അതിനുശേഷം രതീദേവി തന്റെ ഭർത്താവിന്റെ ഭർത്തൃവിരഹത്തില് തപസ്സിൽ ഏർപ്പെടുകയുമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് മായാനാടകം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. എനിക്ക് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്, അതുകൊണ്ടാണ്. ഹരഹരോ ഹരഹര മുരുക, ഹരഹരോ ഹരഹര. അപ്പൊ എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ഓരോ ശക്തിയുണ്ട്. അതെല്ലാവരും തിരിച്ചറിയാന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ദുഷ്കർമ്മങ്ങളല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. മറ്റുള്ളവർ എന്തെങ്കിലും ദ്രോഹം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുക. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഓരോ ജന്മത്തിന്റെ ഇത് വെച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ജന്മം നമുക്ക് തരുന്നത് എല്ലാം ബ്രഹ്മദേവനാണ്. അപ്പൊ ബ്രഹ്മദേവനോട് നമുക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. ഇപ്പോ ചില വീടുകളിൽ തന്നെ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പാടില്ല, രണ്ടാമതൊരു കുട്ടിയും കൂടെ വേണം. കാരണം നമ്മുടെ ഹിന്ദുസിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മിക്ക വീടുകളിലും ഒരു കുട്ടിയാകുമ്പോൾ തന്നെ അവർ നിർത്തുകയാണ്. പിന്നീട് അവര് വേണ്ടാന്ന് വെക്കുകയാണ്. അത് ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പണ്ട് കാലം മുതലേ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. ചിലര് 8ഉം 10ഉം കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കുട്ടിക്ക് എന്തായാലും ഒരു കുട്ടിയും കൂടി നമുക്ക് ഒരു കൂട്ട് വേണം എന്നുള്ളത് പരമമായിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കുട്ടി മാത്രമുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുട്ടിയും കൂടി ഉണ്ടാവണം. മനസ്സിലായോ? അപ്പം അടുത്തൊരു കുട്ടി വരാതിരിക്കാൻ വേണ്ടി പലരും പല രീതിയിൽ ശ്രമിക്കുമായിരിക്കാം. പല പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ചിലപ്പോ ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവർ പലതും പറയാം. നമ്മൾ ആരെയും എന്താ പറയാ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കുട്ടിയും കൂടെ വേണമെന്നുള്ളത് പരമമായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി? അപ്പൊ അതിലൂടെയാണ് നമുക്ക് ആ ഒരു മുക്തിപദം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ആ ഒരു ഇത് കിട്ടുന്നത്. അതാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ബ്രഹ്മദേവനോടും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു കുട്ടി ഉണ്ടായിട്ട് അതിന് ഒരു കുഴപ്പമില്ലാതെ അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രഹ്മദേവനോട് പ്രാർത്ഥിക്കാം. അത് നമുക്ക് ആ ഒരു സൃഷ്ടികർമ്മം ചെയ്യുന്നതെന്ന് പറയുന്ന ബ്രഹ്മദേവനാണ്. അപ്പൊ ആ ബ്രഹ്മദേവൻ തന്നെ അത് വിചാരിക്കണം. നമുക്ക് ആ കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബ്രഹ്മദേവനാണ് ആ കുഞ്ഞിനെ രൂപാന്തരപ്പെടുത്തുന്നതും ആ കുഞ്ഞിന് ആത്മാവിനെ അതിലേക്ക് ആനയിക്കുന്നതും അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ബ്രഹ്മദേവനാണ്. അപ്പൊ നമുക്ക് സരസ്വതി ദേവിയാണ് ബ്രഹ്മദേവന്റെ പത്നി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു അവസരത്തിൽ സരസ്വതി ദേവിയോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അങ്ങനെ എല്ലാ നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള എല്ലാവരുടെയും വീടുകളിൽ 2 കുട്ടികളെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പൊ പ്രാർത്ഥിക്കാനുള്ളത്. ഇപ്പൊ എല്ലാവരും പറയും നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോവാം, നമുക്ക് പിന്നീട് നമുക്ക് ഈ ഭൂമിയിൽ ജന്മം വേണ്ട, ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും. എന്നാലും നമ്മുടെ ഭൂമിയിൽ കുറെ കർമ്മങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്തു തീർത്തേ കഴിയുകയുള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഭൂമിയിലുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്തു തീർത്താലും നമുക്ക് പോവാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും 2 കുട്ടികൾ, അത് ഏത് സനാതന ധർമ്മത്തിലുള്ള എല്ലാ വീടുകളിലായാലും 2 കുട്ടികൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ അത് എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്.
മനസ്സിലായോ? മിക്ക വീടുകളിലും ഒരു കുട്ടിയൊക്കെ മാത്രമേ കാണത്തുള്ളൂ. അവർ ഒരു കുട്ടിയിൽ നിർത്തുകയാണ്. അവർക്ക് പിന്നെ നോക്കാൻ വയ്യ, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകണം, ജോലിക്ക് പോകണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള കാര്യം കൊണ്ട് അവർ അത് വേണ്ടാന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. അങ്ങനെ ഒരിക്കലും പാടില്ല. നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള എല്ലാ വീടുകളിലും ഒരു കുട്ടിയല്ല 2 കുട്ടി തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ എല്ലാ ഹിന്ദുസിന്റെ വീട്ടിലും എല്ലാ സനാതന ധർമ്മികളുടെ വീടുകളിലും ഇതുപോലെ 2 കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ള മതസ്ഥരെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ 2, 3, 4, 5 കുട്ടികളൊക്കെയാണ് ഉള്ളത്. അവരൊക്കെ അതിൻ്റെതായ രീതിയിൽ അവർ പരിപാലിച്ചു പോകുന്നുണ്ട് കുട്ടികളെയൊക്കെ. അതൊക്കെ നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സനാതന ധർമ്മത്തിലും ഉള്ള വീടുകളിലും അത് ഉണ്ടാവേണ്ടതാണ്. അതുപോലെ നമ്മുടെ സനാതനികളായിട്ടുള്ള എല്ലാവരുടെയും വീടുകളിൽ സമാധാനവും ആ ഒരു സ്നേഹവും ഐക്യത്വവും ഒരുമയും എല്ലാം ഉണ്ടാവേണ്ടതാണ്. അതും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. കാരണം അവരവരുടെ സമുദായത്തിൽ അവരവരുടെ ഇതിൽ അവരവർക്കായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അവരവർ തന്നെ അവരവരുടേതായിട്ടുള്ള ഇത് ഫോളോ ചെയ്ത് വരുന്നതാണ് പണ്ട് കാലം മുതലേ. അപ്പൊ അത് ഫോളോ ചെയ്ത് പോവാന്നുള്ളതാണ്. ഇപ്പൊ പല രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത് അല്ലേ. ഇപ്പൊ പണ്ടത്തെ കാലം പോലെയൊന്നുമല്ല. ഇപ്പൊ ഇന്റർകാസ്റ്റ് മാരേജ് നടക്കുന്നുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റ് തന്നെ അതിന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയാ, നമ്മൾ ഒരു ജനിക്കുമ്പോഴേ നമുക്ക് തലയിൽ ഇടിച്ചിട്ട് നമുക്ക് ജനിക്കുമ്പോഴേ നമ്മൾ ഒരു സനാതനയായിട്ട് വരുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ അത് ഫോളോ ചെയ്ത് പോവാന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് ഞാൻ ഇന്റർകാസ്റ്റ് മാരേജിനെയോ അങ്ങനെയുള്ളതിനെയോ ഒന്നും ഞാൻ തള്ളി പറയുന്നതല്ല. അതൊക്കെ ഒരു സ്നേഹത്തിന്റെ പുറത്ത് നടക്കുന്നതാണ്. സ്നേഹമാണല്ലോ. അപ്പം ഏറ്റവും വലുത് സ്നേഹമാണ്. അത് ശ്രീകൃഷ്ണ ഭഗവാനായാലും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ഇന്റർകാസ്റ്റ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങളത് എന്താ പറയാ, ആ ഒരു ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളത് അനുസരിച്ച് ആ സനാതന ധർമ്മത്തെ വിടാതിരിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് പോവാന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സനാതന ധർമ്മത്തിലുള്ള എല്ലാ കുടുംബങ്ങളിലും അവരുടെ ഒരു കുട്ടിയിൽ നിർത്താതിരിക്കുക, ഒരു കുട്ടിയും കൂടെ എങ്ങനെയെങ്കിലും ഒരു കുട്ടിയും കൂടെ ആകുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇതും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ മുക്തിയിലേക്ക് നമുക്ക് ആ ഒരു ഇത് പാത കിട്ടുന്നത്. അപ്പൊ അതെല്ലാവരും അതിനു വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബ്രഹ്മദേവനോടും ദേവിമാരോടും ഭഗവാനോടും എല്ലാം നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. നല്ലൊരു കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമതായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സാത്വിക ഗുണങ്ങൾ അല്ലെങ്കിൽ രാജസ ഗുണങ്ങളായാലും നല്ല ഒരു ഗുണങ്ങളുള്ള നല്ല ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, എനിക്ക് ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും ഓരോ ഇതായിരിക്കും ഫോളോ ചെയ്യുന്നത്. നമ്മുടെ കുടുംബദേവി എന്ന് പറയുന്നത് ചിലപ്പോൾ ഭദ്രദേവി ആയിരിക്കാം, അല്ലെങ്കിൽ ദുർഗദേവി ആയിരിക്കാം കുടുംബദേവി വരുന്നത്. അപ്പൊ ഈ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പോവാന്നുള്ളത്, കുടുംബക്ഷേത്രത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളെ ഇപ്പൊ നമുക്ക് ഒരാള് എന്താ പറയാ, ക്ഷത്രിയർ ഒരിക്കലും അവരാരെയും അടിമയാവാൻ ആഗ്രഹിക്കില്ല. ഇപ്പൊ അർജുനനായാൽ പോലും ആരുടെ അടിമയാവാൻ അർജുനൻ ആഗ്രഹിച്ചിട്ടില്ല. അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ, യുദ്ധം ചെയ്തിട്ടേ ഉള്ളൂ. അതാണ് ക്ഷത്രിയ ധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ അർജുനൻ ആരെയും പോയി സേവ ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും അടുക്കളപ്പണി ചെയ്യാനോ ഒന്നും അർജുനൻ പോയിട്ടില്ല. അപ്പൊ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അയാളെ വിടുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അയാൾക്ക് യുദ്ധം ചെയ്യാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള തൊഴിലുകളുണ്ട്. ചിലപ്പോൾ വൈശ്യനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കച്ചവടം ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവരവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവരവരത് ചെയ്യുക. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ്. ഭഗവാനിൽ സമർപ്പിക്കുക. നാം എന്താണെന്നും നമുക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന്, നമ്മുടെ കർത്തവ്യം എന്താണെന്നും നമ്മുടെ കാര്യം എന്താണെന്നും നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അപ്പൊ അത് നമ്മൾ ഭഗവാനോട് പറയാന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞ് സമർപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എന്താ പറയാ, ആരെ അടിമയായിട്ട് പോവേണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ പോവേണ്ട ആവശ്യം നമുക്കില്ല. ഒരാൾക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അയാളെ അതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ അയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാ. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യം അതാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ചെയ്യിക്കുക എന്ന് പറയുന്നത് പാപമായിട്ടുള്ള കാര്യമാണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം എനിക്കിപ്പോൾ ഇഷ്ടമല്ല ഒരാളുടെ കീഴിൽ നിൽക്കാൻ, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, ഞാനത് ചെയ്യില്ല. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ചെയ്യരുത്, അത്രേ ഉള്ളൂ.
മനസ്സിലായോ? അപ്പം പിന്നെ നമുക്ക് ഭഗവത്ഗീത എടുത്തു നോക്കിയാലും കർണനെ ചിലപ്പോ കർണനെ അർജുനന്റെ തന്നെ പാണ്ഡവരുടെ തന്നെ ഇതായിരുന്നു കർണൻ എന്ന് പറയുന്നത്. കർണനെ അവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കർണൻ പോയില്ല. കാരണം കർണൻ ഈ ഒരു പക്ഷത്ത് കൗരവപക്ഷത്ത് നിന്നു. അതിന് കർണന് കുറെ ന്യായങ്ങൾ ഉണ്ടായിരുന്നു, മനസ്സിലായോ? കൗരവപക്ഷം എന്ന് പറഞ്ഞാൽ അവർ അത്രയും ജ്ഞാനനിഷ്ഠയായിട്ട് അവര് ക്ഷത്രിയരാണ്, അവർ അങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുള്ളവരായതുകൊണ്ടാണ് കർണൻ അവരുടെ പക്ഷത്ത് നിന്നത്. പക്ഷെ ഈ കൗരവപക്ഷത്ത് തന്നെ ഒരുപാട് ദ്രോഹങ്ങൾ കൗരവർ ചെയ്തിട്ടുണ്ട് പാണ്ഡവർക്ക്. ദ്രൗപതിയിലെ വസ്ത്രാഭിഷേകം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കൗരവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കൗരവർക്ക് എതിരായിട്ട് നിന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ കർണനെ സംബന്ധിച്ചിടത്തോളം അവസാനം കർണൻ ആ തെറ്റ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് കർണൻ തെറ്റ് തിരുത്തുന്നുണ്ട്. ആ സമയത്തും കർണൻ പറയുന്നുണ്ട് യുധിഷ്ഠിരുടെ ഭാഗത്തും അല്ല കൗരവരുടെ ഭാഗത്തും കുറച്ച് ശരികളുണ്ട്. കൗരവർ അവരുടേതായിട്ടുള്ള ചിട്ടയിലാണ് അവർ ജീവിച്ചു പോന്നിരുന്നത് എന്നുള്ള കാര്യം കർണൻ അവിടെ പറയുന്നുണ്ട്, മനസ്സിലായോ? അപ്പം ഏത് ഒരു ഭാഗങ്ങൾ നമ്മൾ ഇത് തന്നെയാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും ഇപ്പം ഏത് ഇതിൽ എടുത്തു കഴിഞ്ഞാലും നല്ലവരും ഉണ്ട് കൊള്ളാത്തവരും ഉണ്ട്, മനസ്സിലായോ? ഏത് വിഭാഗം എടുത്തു കഴിഞ്ഞാലും നല്ലവരും ഉണ്ട് കൊള്ളാത്തവരും ഉണ്ട്. അപ്പൊ എല്ലാത്തിലും ഉണ്ട് നല്ലവരും കൊള്ളാത്തവരും. അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്, മനസ്സിലായോ? നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ചാൽ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ നാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ രണ്ട് പക്ഷത്ത് നിൽക്കാറുണ്ട്. ഏത് പക്ഷത്താണോ ശരിയുള്ളത് ആ പക്ഷത്ത് ഞാൻ നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഈ രണ്ട് പക്ഷത്തും ചിലപ്പോൾ തെറ്റ് കാണും. എങ്കിൽ പിന്നെ ഞാൻ ഈ രണ്ട് പക്ഷത്ത് നിൽക്കാറില്ല. ചിലപ്പോൾ ഒരു പക്ഷത്ത് ശരിയാണ്, ഒരു പക്ഷത്ത് തെറ്റുമാണ്. ഏത് പക്ഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ശരിയും ഉണ്ട് തെറ്റും ഉണ്ട്, മനസ്സിലായോ? ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഒരു തെറ്റ് അവരോട് ചെയ്തത്. പക്ഷെ ഇവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവരാണ് ഇവരെ കൊണ്ട് ആ തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പോൾ ഏത് ഭാഗം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൽ ശരിയും ഉണ്ട് തെറ്റും ഉണ്ട്. അപ്പൊ ഏത് വിഭാഗത്തിലായാലും ഏത് ഇതിലായാലും നല്ലവരും ഉണ്ട് കൊള്ളാത്തവരും ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കുന്നോ ഏത് പക്ഷത്ത് നിൽക്കുന്നില്ലെന്നോ ഉള്ളതല്ല, ശരി എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അതാണ് ശരി. ആ സമയത്ത് ശരി എന്താണോ ഭഗവാന് തോന്നിയത് ആ പക്ഷത്ത് ഭഗവാൻ നിന്നു എന്നുള്ളതാണ്, മനസ്സിലായോ? പക്ഷെ കർണനെ സംബന്ധിച്ചിടത്തോളം കർണന് കൗരവപക്ഷത്ത് കുറെ ശരികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർണൻ ആ കൗരവപക്ഷത്ത് നിന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ കൗരവർ കുറെ ദ്രോഹങ്ങൾ ഈ പറഞ്ഞ പാണ്ഡവർക്ക് ചെയ്തു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കൗരവപക്ഷത്ത് നിൽക്കാതെ പാണ്ഡവപക്ഷത്ത് നിന്നത്, മനസ്സിലായോ? അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവാന്നുള്ളതാണ്. അപ്പം ഏത് പക്ഷത്തായിക്കഴിഞ്ഞാലും ശരി തന്നെ, അത് ഇപ്പോഴത്തെ മനുഷ്യ സമൂഹത്തിലായാലും ശരി തന്നെ, എല്ലാത്തിലും ഉണ്ട് നല്ലവരും കൊള്ളാത്തവരും, മനസ്സിലായോ? അപ്പം അവരുടെ പക്ഷം നിൽക്കണോ ഇവരുടെ പക്ഷം നിൽക്കണോ നമ്മൾ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിയെന്ന് നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്, മനസ്സിലായത്? നമുക്ക് ഒരു നേർവഴിയാണ് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളെങ്കിൽ ആ നേർവഴി കൂടി നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. എനിക്കിപ്പോ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് വരുന്നത് മഹാവിഷ്ണു തന്നെ മോഹിനി വേഷത്തിൽ വന്നിട്ടാണ്. ആ ഒരു അംശം ആണ് അയ്യപ്പന്റെ നാളാണ് എനിക്ക് വരുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ നാള് പറഞ്ഞിട്ട് ആ നാളിന്റെ അംശമായിരിക്കും നമ്മളിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ എന്റെ നാള് ഉത്രമാണ്, അയ്യപ്പന്റെ നാളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു അംശമായിരിക്കും എന്നിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മോഹിനി പുത്രനായിട്ടുള്ള ആ ഒരു അംശമാണ്. അപ്പം എന്റെ അമ്മേനെ എനിക്ക് കൈവിടാൻ കഴിയില്ല. കാരണം അമ്മയെന്ന് പറയുന്നത് എന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മഹാവിഷ്ണുവാണ്. അതായത് മഹാവിഷ്ണു മോഹിനിയായിട്ട് വന്ന രൂപമാണ്. ഇനി എന്റെ അച്ഛൻ എന്ന് പറയുന്നത് മഹാദേവനാണ്, ഉത്രാടം. അപ്പം അച്ഛന്റെ ആ ഒരു മഹാദേവനിൽ നിന്നാണ് മഹാദേവനും മോഹിനിക്ക് ഉണ്ടായ പുത്രനാണ്, മോഹിനി സുതനാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ അച്ഛനെ എനിക്ക് വിടാൻ കഴിയില്ല. അതായത് അച്ഛൻ എന്ന് പറയുന്നത് മഹാദേവനാണ്, മനസ്സിലായ? അപ്പൊ ഈ രണ്ട് പക്ഷത്തും ഞാൻ നിൽക്കാറുണ്ട്. ഞാൻ രണ്ടിടത്തും പോവാറുണ്ട്. ചിലര് ഇവിടെ തന്നെ അടുത്തുള്ളവർ ചോദിക്കാറുണ്ട്, ഇയാൾ അവിടെ പോവാറുണ്ടല്ലേ, ആ ശ്രീകൃഷ്ണ ടെമ്പിളിൽ പോവാറുണ്ടല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോവാറുണ്ട്. ഇയാൾ എന്നിട്ട് പിന്നെ ഇന്നലെ ഇവിടെ മഹാദേവ ടെമ്പിളിൽ വന്നല്ലോ. ഞാൻ പറഞ്ഞു അവിടെയും വരാറുണ്ട്. ഇവരെന്തിനാണ് ഇത് വേർതിരിച്ച് കാണുന്നത്? ഞാൻ പറഞ്ഞു എന്റെ നാള് ഉത്രമാണ്, എനിക്ക് അമ്മയും അച്ഛനും ഒരുപോലെയല്ലേ, അതുകൊണ്ട് ഞാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പോവാറുണ്ട്, ഞാൻ മഹാദേവ ക്ഷേത്രത്തിലും പോവാറുണ്ട്, ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്, ദേവി ക്ഷേത്രത്തിലും പോവാറുണ്ട്, ഞാൻ ഭദ്രകാളി ക്ഷേത്രത്തിലും പോവാറുണ്ട്, ദുർഗാദേവി ക്ഷേത്രത്തിലും പോവാറുണ്ട്, എല്ലായിടത്തും പോവാറുണ്ട്. അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ പോവാറുണ്ട്. അപ്പം അത് നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണല്ലേ. അപ്പൊ അതിനെ വന്നിട്ട് ഈ സമൂഹത്തിലുള്ളവര് പല രീതിയിൽ ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചിലർ ചോദിക്കും ഇസ്കോളിൽ പോകാറുണ്ടോ? ഞാൻ ഇസ്കോളിലും പോകാറുണ്ട്. ഞാൻ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തില് നെയ്യാറ്റിൻകരയും പോകാറുണ്ട്, മഹാദേവ ക്ഷേത്രത്തിലും അത് എന്റെ ഇഷ്ടമാണ്. ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്, അത് എന്റെ ഇഷ്ടമാണ്,
മനസ്സിലായോ? അപ്പം നമ്മൾ എവിടെ പോകണോ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, നമുക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്, നമ്മുടെ കാര്യം തീരുമാനിക്കുന്ന എല്ലാം ഭഗവാനാണ് നമുക്ക് ഈ ഒരു ഇത് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഭഗവാന് മാത്രമേ അവകാശമുള്ളൂ നമ്മൾ എന്താണ് നമുക്ക് തരേണ്ടതെന്നും എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്നും നമ്മുടെ പർപ്പസ് എന്താണെന്നും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്നും എല്ലാ കാര്യങ്ങളും ഭഗവാനെ അറിയുള്ളൂ. ഭഗവാൻ വലിക്കുന്ന ആ ഞാണിലൂടെ സഞ്ചരിക്കുന്നവരാണ് നാം എല്ലാവരും. മനസ്സിലായോ? അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെയും എന്താ പറയാ, ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനോ ആരെങ്കിലും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതാക്കാനോ ഒന്നും ഉള്ള അവകാശം ആർക്കുമില്ല. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവരവർ മുന്നോട്ട് പോവുക, അതാണ് അവരവരുടെ ഇതെന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരാളുടെ ഇതിലേക്ക് കടന്നു കയറിയിട്ട് മറ്റൊരാളുടെ എന്താ പറയാ ദ്രോഹങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരാളെ എന്തെങ്കിലും രീതിയിലാക്കാനോ അല്ലെങ്കിൽ ഞാൻ വലുതെന്നുള്ള രീതിയിൽ ചിന്തിക്കാനോ ആരും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കുക. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് മഹാദേവനായാലും ശരി, എൻ്റെ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയാലും ശരി. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടുപേരെ ഒരേപോലെയാണ് കാണുന്നത്. എൻ്റെ നാളും അങ്ങനത്തെ നാളാണ്. അതുകൊണ്ട് ആരും എന്നോട് ചോദ്യം ചോദിക്കാനോ ഞാൻ അവിടെ പോയത് എന്താന്ന് ചോദിക്കാനോ ഞാൻ ഇവിടെ പോയി ഈ ക്ഷേത്രത്തിൽ പോയത് എന്താണെന്ന് ചോദിക്കാനോ ഉള്ള അധികാരം ആർക്കും ഇല്ല. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നത് എന്തിനാണെന്നോ ഞാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്നോ ഞാൻ ഇതൊക്കെ ഭക്തി ചെയ്യുന്നത് എന്തിനാണെന്നോ ചോദിക്കാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ല. അതിനുള്ള അവകാശം ആരും കൊടുത്തിട്ടുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അഹങ്കരിക്കാതിരിക്കുക, എന്നിട്ട് ഭഗവാനോട് ആ എന്താ പറയാ പ്യുവർ ആയിട്ടുള്ള ആ ഭക്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ആളാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ശരി ഇതാവും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടിയെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ കരുതി ചെയ്യുന്ന ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും ഭക്തിയല്ല. അത് നിങ്ങൾ ഇനി എത്ര നാമം ജപിച്ചെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ മനസ്സിൽ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ആ ഭഗവാൻ അത് കാണുന്നുണ്ട്. ഭഗവാൻ അത് കണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഭഗവാൻ എല്ലാം അറിയാം. ഭഗവാൻ സർവ്വവ്യാപിയാണ്. ഭഗവാൻ നമ്മള് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോഴേ അവിടെ ഭഗവാൻ അത് കാണും. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ, ഹര ഹര മഹാദേവ, രാധേ രാധേ ശ്യാം, ഹര ഹരോ ഹര ഹര. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.